കഴിഞ്ഞ ദിവസം സായിബ്രോയുടെ വാഹനത്തിൽ വന്നിട്ട് ഒരു ലോറി ഇടിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ആയിരുന്നു സംഭവിച്ചത്. ചിലപ്പോൾ ഒരു പക്ഷേ നാളെയാണ് നിങ്ങൾ കാണുന്നത് സമയത്താണെങ്കിൽ ഇതൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ആവും. അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സായിബ്രോ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് സായിബ്രോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മലപ്പുറം ഡെലീഷ്യയിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നന്ദന എന്ന് പറയുന്ന ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന നന്ദനയെ ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുലാമന്തോൾ പോവുകയുണ്ടായി അവർ ഒന്നിച്ച്. അങ്ങനെ പുലാമന്തോൾ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 6-7 പേരോളം കണ്ടസ്റ്റൻ്റ് ഉണ്ട്. സിജോ, അതേപോലെ നന്ദന, സായിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള ആ പയ്യനൊക്കെ ഉണ്ട്. അപ്പം മുന്നിലൊരു കാറും പിറകിലൊരു കാറും കൂടെ ഈ സായിയുടെ ഭാര്യയുണ്ടായിരുന്നു. പുലാമന്തോൾ എവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേ, അതായത് സായിബ്രോയുടെ കാറിൽ BMW കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സായിബ്രോ മറ്റൊരു കാറിൽ പിറകിൽ, BMW കാറിൽ മറ്റു സുഹൃത്തുക്കൾ മുന്നിലുമായിട്ടായിരുന്നു പോയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് സായിബ്രോ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാനോ അത്തരത്തിൽ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങിയതാണെന്ന് തോന്നുന്നു. പക്ഷേ പെട്ടെന്നൊരു കാറ് അതിൽ വന്നിട്ട് ഒരു ലോറി ഇടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. പക്ഷെ വളരെ നിയമലംഘനവും വളരെ അനീതിയുമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ പോലീസിന് പോലും ആ കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് സായിബ്രോ തന്നെ പറയുന്നുണ്ട് എന്തായിരുന്നു അത് സംഭവിച്ചതെന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയും. BMW ഇന്ന് രാവിലെ പണിക്ക് കൊടുത്തയച്ച് ആക്സിഡന്റ് ആണ്. ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് സിജോ, നന്ദന, നിഷാന, നോറ, കുറച്ചിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈവനിങ് എത്തിയ സിജോവും എല്ലാവരും. അപ്പോൾ നമുക്ക് നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 8 മണി 9 മണിയാകുമ്പോഴത്തേക്ക് മലപ്പുറം ഡെലീഷ്യയിൽ പോയി ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് ഒരു കേക്ക് കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റിൽ നന്ദുവിനെ പട്ടാമ്പി ഡ്രോപ്പ് ചെയ്യുക. പട്ടാമ്പി നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് വരും, കുറച്ചുകൂടി ഈസി ആയിട്ട് തിക്കും തിരക്കില്ലാതെ പോവാന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി സിജോ വന്ന സമയത്ത് ആ വണ്ടിക്കകത്ത് 4-5 പേരുണ്ട്. 5 പേര് പ്രിസൈസ്ലി 5 പേരുണ്ട്. അപ്പം 5 പേരും കൂടി ഇനി തിരിച്ചു പോകുമ്പോഴും ഉറക്കവും വയറ് ഫുള്ള് ഫുഡൊക്കെ അടിച്ച് ഒരു കൺജസ്റ്റഡ് ആയിട്ട് പോകണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കും നൈറ്റ് ഡ്രൈവ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനും സ്നേഹിയും ജിത്തുഭായി അബിയൊക്കെ പറഞ്ഞു ഞങ്ങൾ നന്ദുവിന് എന്ത് ചെയ്യുക, പട്ടാമ്പി ഡ്രോപ്പ് ചെയ്യുക. പിന്നെ 2 വണ്ടിയിലും കൂടി പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈവണായിട്ട് ഇരുന്നിട്ട് പോയാൽ മതി, ഇത്ര തിക്കും തിരക്കും കൂടും വേണ്ട, മെല്ലെ അങ്ങനെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ 2 വണ്ടി എടുത്ത് മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 11 മണിയായി കാണും അങ്ങോട്ട് പോയി. പോണ വഴിക്ക് നമ്മൾ പിന്നെയും വെള്ളം കുടിക്കാൻ നിർത്തുന്നുണ്ട്. നമ്മൾ ചില്ലായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ സിജോൻ്റെ കാറിലാണ് കയറി, സംസാരിക്കാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ സിജോൻ്റെ കാറിൽ കയറി. നന്ദനയും നിഷാനൊക്കെ എൻ്റെ വണ്ടിയിലും കയറി. അങ്ങനെ ആ വണ്ടി മുന്നിൽ പോയി. BM ആദ്യം അഭിലാഷ് ഡ്രൈവ് ചെയ്ത് മുന്നിൽ പോയി. സിജോ ഞാനൊക്കെ ബാക്കിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു കൊപ്പം എത്തിയ സമയത്ത്, പട്ടാമ്പി എത്തുന്നതിന് കുറച്ച് മുമ്പാണ് കൊപ്പം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉള്ളത്. കൊപ്പത്ത് എത്തിയപ്പോൾ എനിക്കൊരു കോള് വരികയാണ് സ്നേഹൻ്റെ, വേഗം വാ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്നേഹ ആകെ പാനിക്കാണ്. സ്നേഹ പാനിക്കുന്ന സെൻസ് സ്നേഹ ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട് വോയിസ്. ഞാൻ സ്നേഹയോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നു. വണ്ടി പോട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തല ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളൊരു 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളത് ആക്സിഡൻറ്റ് സ്പോട്ടും ഞങ്ങളെ കാറും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ ചെന്ന ടൈമിൽ ലോറിയാണ്, പച്ചക്കറി കൊണ്ടുവന്ന ലോറി നമ്മുടെ BMൻ്റെ ബാക്കിൽ ഇടിച്ച് കയറിയിരിക്കുകയാണ്. ഓക്കെ, BMൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു മരം ലോറി, ആ ലോറി അതിൻ്റെ മുമ്പിലൊരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് അബി പറയുന്നുണ്ട്. അവർ സ്ലോ ഡൗൺ ചെയ്തപ്പോൾ മരം ലോറി ലോഡ് വണ്ടിയില്ല, അവർ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ആക്കി. ബാക്കിൽ വരുന്ന ലോറിക്കാരൻ വളവും ഇറക്കവും കൂടിയാണ്, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, ഇങ്ങനെ അടിച്ച് കയറി വന്ന് ഇടിച്ച് കയറ്റി. BM ആയതുകൊണ്ട് വലിയ സീന് ആർക്കും അകത്തുള്ളവർക്ക് സംഭവിച്ചില്ല. ശരിക്ക് ഈ പ്രീമിയം കാറ് എന്ന് പറയുമ്പോഴേ ശരിക്ക് പലരും എന്തിനാ ഇത്ര വലിയ പ്രീമിയം കാറുകളൊക്കെ എന്ന്. സത്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും പ്രീമിയം കാർ എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഒരു നോർമൽ കാറാണ് എങ്കിൽ ഒരു ലോറി ഈ കാറിൻ്റെ പിറകിൽ ഇടിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരു വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും അമ്മാതിരി ഇടിയാണ് ഇടിച്ചിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും സ്പോട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും.
അപ്പം നിലവിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പ്രീമിയം കാറുകളുകൊണ്ട് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിയാണ്. പക്ഷേ അത് എല്ലാവർക്കും ഒരു പക്ഷേ വാങ്ങാൻ കഴിഞ്ഞു എന്നല്ല. ഇതുകൊണ്ട് തന്നെയാണ്. ഇതാണെങ്കിലും നന്ദുവിന് തല ഇങ്ങനെ പോയി ഇടിച്ചതിൻ്റെ ഒരു പ്രശ്നം. നിഷാന മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയി കിടക്കായിരുന്നു. അപ്പോൾ നിഷാന അടുത്ത് തെറിച്ച പോലെ. സ്നേഹയും വലിയ സീനില്ല, ജിത്തുബായിക്കും ഓക്കെയാണ്, അബിയും ഓക്കെയാണ്. നിഷാനയ്ക്കും നന്ദുവിനുമാണ് കുറച്ച് തലയിടിച്ചതും മൊത്തത്തിലൊരു എന്താ പറയുക ഇടീൻ്റെ ഒരു ആഘാതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഇടിച്ചപ്പോൾ ഡ്രൈവർ കൃത്യമായി ഇറങ്ങി വന്ന് ഞാൻ അതിൽ വിഷ്വൽ ഞാൻ സൈഡിൽ ഓടിയൊന്നും കൊടുക്കുന്നില്ല, വിഷ്വൽ ഞാൻ വെക്കാം. ഇനിയിപ്പോൾ ചെറിയ കഴിഞ്ഞ കാര്യം പോട്ട്, കാരണം കേസോ സാധനമൊന്നും ഇല്ല, ആക്കിയിട്ടുമില്ല. അതായത് ഈ കാറിൻ്റെ പുറകിൽ നിന്നാണ് ആ ലോറി വന്ന് ഇടിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഈ ലോറിയിൽ ഫുള്ള് പച്ചക്കറി ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഈ ലോറി പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഇത്തരം ലോറികളാണെങ്കിലും നൈറ്റിലുള്ള ലോറികളാണെങ്കിലും ഇതേപോലെ പലപ്പോഴും പല ചരക്കുകളുമായിട്ടൊക്കെയാണ് പോകുന്നതായിരിക്കും. ചിലത് കോൺട്രാക്ട് ബേസിലായിരിക്കും, അത്തരത്തിൽ പലതായിരിക്കും. പക്ഷേ നിലവിൽ ഈ ബസ്സുകളൊക്കെ ഇതേപോലെ തന്നെയാണ്. സാധാരണ അവർക്ക് അവരെ ലക്ഷ്യത്തിൽ എത്തിപ്പെട്ടാൽ മതി, എന്ത് തന്നെ ആയാലും വേണ്ടിയില്ല. പക്ഷേ ബാക്കി പിന്നീട് നടന്ന കുറേ നാടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ലോറി ഡ്രൈവേഴ്സിൻ്റെമായി ബന്ധപ്പെട്ട്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചീഞ്ഞ മുതലാളി വർഗ്ഗമുണ്ട്. അവരാണ് ഇതൊക്കെ ഇത്തരം നീതിക്കൊക്കെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും തെറ്റ് ആരെടുത്തും പറ്റും, പക്ഷെ ആ തെറ്റ് സമ്മതിക്കാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ. ഏതായാലും ബാക്കി കേൾക്കാം. എന്താണെങ്കിലും ഡ്രൈവർ കൃത്യമായി സമ്മതിച്ചിട്ടുണ്ട്, അങ്ങേര് അബദ്ധം പറ്റി. ഓക്കെ, അങ്ങേര് അബദ്ധം പറ്റി, ചവിട്ടിയിട്ട് കിട്ടിയില്ല, അങ്ങേര് പറഞ്ഞു. അങ്ങേരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചാടി നീച്ചു, വൻ ഫയറിങ്, വൻ ഡയലോഗ്. ഇത് ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട്. അവിടെയുള്ള നാട്ടുകാരും പിന്നെ വിഷ്വൽസ്, നന്ദുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷ്വൽസ് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം എന്താണെങ്കിലും അങ്ങനെയാണല്ലോ, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ചില ആൾ ഡ്രൈവറോ അല്ലെങ്കിൽ ഒപ്പമുള്ള ക്ലീനറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കും, ഒരാൾ ചിലപ്പോൾ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ആളാവും. എന്താണെങ്കിലും അങ്ങനത്തെ ഡയലോഗിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ കുറച്ച് നല്ല ആളുകൾ കാര്യം അറിഞ്ഞ് വന്ന് കൃത്യമായിട്ട് അവരെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സാധാരണ ഈ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ഉണ്ടാവുന്നതാണ് കേട്ടോ. പൊതുവെ ഒന്നിക്ക് ഡ്രൈവർ സൈലൻ്റ് ആയിരിക്കും, പക്ഷേ ചില ഓഞ്ഞ ടീംസുകൾ ഉണ്ടാവും. ഈ ഇപ്പോൾ വണ്ടി ഇടിച്ചിട്ടും സായിയെ സംബന്ധിച്ചിടത്തോളം സായിയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആരാണെങ്കിലും അവർ ഭയങ്കര വിനയത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തത്. കാരണം ആ വാഹനം കണ്ട് വന്ന് ഇടിച്ചിട്ടും പക്ഷെ ആ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നാണ് സായി പറയുന്നത്. കേൾക്കാം. 1-2 ആൾക്കാരൊക്കെ ഏതോ ഹോസ്പിറ്റലിൻ്റെ കേസൊക്കെ പറഞ്ഞ് പ്രൈവറ്റ് പോയാൽ മതി, ഗവൺമെൻറ് പോകണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ സിജുവിനോട് ഗവൺമെൻറ് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം തലയ്ക്കാണ് രണ്ടുപേരും പറയുന്നത്, മുഴയുണ്ട്, തലയ്ക്കാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. 1-2 ആൾക്കാർ അവിടെ ഒന്ന് പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ സിജോവും അൻസിഫൊക്കെ വന്നിട്ട് പറഞ്ഞു കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് സായി എന്ന് പറഞ്ഞു. ഓക്കെ, അത് സത്യമാണ് കേട്ടോ. പലപ്പോഴും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മളൊരു കുടുങ്ങിയ സമയത്ത് പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊതുവെ ഉള്ളതാണ്, അത് സത്യത്തിലാണ്. അവർ മാക്സിമം അതൊന്ന് ജാമാക്കാനാണ് നോക്കുക. പക്ഷേ സത്യത്തിൽ അത് ഇപ്പോഴും ജനങ്ങൾക്ക് അറിയാത്തതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും അതിനെ കാര്യക്ഷമമായി എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. എന്നിട്ടും ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് കാണാം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗം മാത്രമേ ശരിക്കും അതൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നാട്ടുകാർ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ വരുന്നൊരു കച്ചറ ഉണ്ടല്ലോ, ആ കച്ചറ ചെറിയ രീതിയിൽ അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. പിന്നെ നന്ദു ആണെങ്കിലും സ്നേഹയാണെന്നുണ്ടെങ്കിലും നിഷാനയാണെന്നുണ്ടെങ്കിലും അവർ സംസാരിക്കും. ഓക്കെ, ഒരാൾ വളരെ മോശമായി റൂഡായി ബിഹേവ് ചെയ്യുമ്പോൾ അവർ സംസാരിച്ച സമയത്ത് ഈ പെണ്ണല്ലേ എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ വണ്ടിയിലുള്ള ചങ്ങായി അടിച്ച്. എന്താണെങ്കിലും അത് പോട്ടെ. പൊതുവെ അങ്ങനെ ഒരു വിഷയമുണ്ട് സൊസൈറ്റിയിൽ. ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് അതിന് സ്ത്രീ ആണെങ്കിൽ അതിനൊരു നവറായിട്ടും, പിന്നെ നമ്മളെ വാഹനം കുറച്ച് വലിയ വാഹനമാണെങ്കിൽ എന്ത് തന്നെ ആയാലും അവിടെയുള്ള നാട്ടുകാർ അതാണ് തീരുമാനമാക്കിയിട്ട് ചെറിയ വാഹനം ഉണ്ടല്ലോ, ആ ചെറിയ വാഹനത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രീമിയം വാഹനത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവില്ല, പക്ഷേ എഗെയിൻസ്റ്റ് വന്ന വാഹനത്തിൻ്റെ അടുത്താണ് തെറ്റ്. പക്ഷേ ആളുകൾ ഏതെങ്കിലും ന്യായം നോക്കാതെ ഒരാളങ്ങാണ്ട് കൂടെ കൂടും. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മുന്നേ. യഥാർത്ഥത്തിൽ എൻ്റെ അടുത്തായിരുന്നു എല്ലാവരും അന്ന് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും നോക്കാം, ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പഴയ കാലത്തെ ഓർമ്മകൾ നമ്മളെ മനസ്സിലേക്ക് വരിക. ഡ്രോപ്പ് ചെയ്തു.
വണ്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഇവിടെ സംസാരിക്കാനുള്ളത്. പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് വണ്ടിയുടെ ക്ലീനർ എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വണ്ടി വരില്ല, നമ്മളോട് വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൽ 2 പേര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ആ പോയ വ്യക്തികൾക്ക് എങ്ങനെ എന്ത് എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഇങ്ങനെ 2 പേര് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ സിറ്റുവേഷൻ വന്നൊന്ന് കാണണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണെന്നോ ഇവിടെ എന്താ അത് പോലീസുകാരെ മരണമല്ലോ. ഞാൻ നമ്പർ എടുത്ത് പട്ടാമ്പി സ്റ്റേഷനിൽ വിളിച്ചത് സാറോട് പറഞ്ഞു, സാറേ 2 കാഷ്വാലിറ്റീസ് ഉണ്ട്, അവർ 2 പേരും എന്താ ഏതാണെന്ന് അറിയില്ല, അത് 2 ലേഡീസാണ്, നിങ്ങൾ ഇവിടെ വരാതെ നിങ്ങൾ ഐഡന്റിറ്റി കാർഡും സാധനവും ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം. അതായത് പൊതുവെ ഇത്തരം മുതലാളിത്ത വർഗത്തിന്റെ ഒരു ഇതാണ്. കാരണം പൊതുവെ ഈ ബസ്സുകാർ അതുപോലെ ലോറി ഡ്രൈവേഴ്സിന്റെ ഒക്കെ മുതലാളിമാരുണ്ടല്ലോ, ഈ പോലീസിനായിട്ടും അല്ലെങ്കിൽ അധികാരികളായിട്ടൊക്കെ ഒരു ഇന്റേണലി ഒരു ഇത് ബിൽഡ് ചെയ്യും. എന്നിട്ട് ഇത്തരം എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാലോ എന്ത് തന്നെ ആയാലും നമ്മളെ ചരക്ക് കയറ്റി വിടണം കേട്ടോ, നമുക്ക് എന്ത് തന്നെ ഇതായാലും ഇതില്ല കേട്ടോ. കാരണം ഒരു കൈമടക്കിന്റെ പരിപാടികൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് വിഷയങ്ങൾ കേട്ടോ. സത്യത്തിൽ ഈ മുതലാളിമാർ തന്നെയാണ് സത്യത്തിൽ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനെ പറയണം. ഒരു കാര്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ബോർഡറിൽ എങ്ങാണ്ടാണ് വണ്ടി, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ASI സാറ് വന്നു. ഒപ്പം ഡ്രൈവറായിട്ട് വന്ന ആൾ. പിന്നെ മൂപ്പര് മൈൻഡ് ചെയ്തൊന്നുമില്ല. മൂപ്പര് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് മറ്റേ മുണ്ടും പോച്ച് മൂപ്പര് കടന്നു തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നൈറ്റ് ഡ്യൂട്ടിയാണ്, മനുഷ്യനാണ്, ഉറക്കം വരും. അങ്ങനെ ഇറങ്ങിയതേ ഇല്ല. ASI സാറ് ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങി, മഴയില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു മൂഡാണ് അങ്ങേർക്ക്. പിന്നെ ഈ ലോറിക്കാർ രാത്രി പോകുന്ന ഹെവി വെഹിക്കിൾസ് ഒക്കെ ഒരു റൂട്ടിൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികളായിരിക്കാം. ഞാൻ ഈ ഡ്രൈവറുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് റൂഡായി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിൽ അങ്ങേര് എനിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അങ്ങേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ആ റൂട്ടിൽ എപ്പോഴും പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അപ്പം ആ റൂട്ടിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഫോണിൽ അടിച്ച് തന്നപ്പോൾ ഞാനിത് കണ്ടു. അപ്പം തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായി ഇവർക്ക് അറിയാം വണ്ടി ഇടി അത് നേരെ പോണു കേസാക്കണു വിടുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ ആ വഴിയാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെയാണ് ആൾക്കൊന്നും വണ്ടി ഇടിച്ചു അവർക്ക് വലിയ സീനില്ല, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അവിടെ പോവാം, പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാം, നമുക്ക് നമ്മളെ ലോഡ് ഇറക്കാം. ഈ ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മനുഷ്യന്മാർക്ക് എന്ത് പറ്റി, ഹോസ്പിറ്റലിൽ എന്തായി, ഇതൊന്നും ചോദ്യവും പറച്ചിലും ഇല്ല. ഈ 2 പേരും ഡ്രൈവർ ആണെങ്കിലും ഒപ്പമുള്ള വ്യക്തിയാണെങ്കിലും അത് വളരെ മോശം പരിപാടി. നമ്മൾ ചോദിക്കേണ്ട അറ്റ്ലീസ്റ്റ് എന്താ എങ്ങനെയാണല്ലോ, അതൊന്നും ഇല്ല കേട്ടോ, ആ ബിഹേവിയർ ഒന്നും ഇല്ല. എന്താണെങ്കിലും ASI വന്നു, അങ്ങേര് പച്ചക്കറി വണ്ടീൻ്റെ മുകളിൽ നമ്പർ പ്ലേറ്റും ബോർഡൊക്കെ അടിച്ചു നോക്കി. അപ്പം എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി ആൾക്ക് പിടുത്തം കിട്ടിയത് ആരാ എന്താ എങ്ങനെയാന്നുള്ള വണ്ടി കിട്ടിക്കാണും. അവരോട് മാത്രം അങ്ങേര് സംസാരിച്ച് ലാസ്റ്റ് പച്ചക്കറി അല്ലേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തൃപ്രയാറല്ലേ ലോഡ് ഇറക്കണ്ട, അവിടെ പോയി ഇറക്കിയിട്ട് വാ, കുഴപ്പമൊന്നുമില്ല, ID കാർഡും സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത് വണ്ടീൻ്റെ ബുക്കും പേപ്പറും കാണിച്ചിട്ട് നിങ്ങൾ വിട്ടോ. അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് സാറേ 2 പേര് കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, അവരുടെ എന്താ അറിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും ഇല്ലാതിരിക്കട്ടെ, ആ ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് വിട്ടോ. ആ മെന്റാലിറ്റി നമ്മൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ പോലീസിന് അതാണ് എന്താണ് പോലീസുകാരും ഇത്തരത്തിലുള്ള ചരക്ക് ലോറി ഈ മുതലാളിമാരൊക്കെ തമ്മിൽ ഇന്റേണലി ഒരു ഇതാണ് പലപ്പോഴും ഉള്ള ഒരു വിഷയമാണിത്. ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഈ ബസ് മുതലാളിമാരും പോലീസും എങ്ങനെ വാഹനം ഓടിച്ചു കൊണ്ടുപോകുക, ഒരു മനുഷ്യന്റെ ജീവന് പോലും പലപ്പോഴും വില കൽപ്പിക്കാതൊക്കെ ഇത്തരത്തിലൊക്കെ ലോറി ഡ്രൈവേഴ്സും അത്തരം ബസ് ഡ്രൈവേഴ്സും ഇതൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം ഒരു കാര്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ആരാറിയോ, ഈ ബസ്സിൻ്റെയും ലോറിൻ്റെ ഒക്കെ മുതലാളിമാരാണ്. ഇവർക്ക് എന്തുമാവാം, കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അതൊരു വിഷയേ അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ബാക്കിയാക്കാം. മൂപ്പര് പച്ചക്കറി വണ്ടി, ഞാൻ ഞെട്ടിപ്പോയി. പച്ചക്കറി വണ്ടിയാന്ന് വിചാരിച്ചിട്ടൊരു എന്തുവാടെ ഇത്. എന്താണെങ്കിലും അവിടുന്ന് നമ്മൾ വണ്ടി എടുത്തു, നേരെ പട്ടാമ്പി സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു സാറ് ഇരിക്കുന്നുണ്ട്. ആ സാറ്, ഞാൻ കുറേ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു അടിപൊളി മനുഷ്യനാണ് ഉള്ള കാര്യം പറയണല്ലോ, അങ്ങനൊരു നല്ല മനുഷ്യനാണ്. അങ്ങേര് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു. അതായത് പലപ്പോഴും എന്താ അറിയോ, നമ്മളെ പല അധികാരികളും പോലീസിൻ്റെയൊക്കെ പല
ചില പ്രത്യേക ആളുകളെ ഇതിന് വേണ്ടിയിട്ട് തലച്ചോറ് പണയം വെക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നീതിയുടെ ഒരു അവസ്ഥയ്ക്ക് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ സായിബ്രോ ആയതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇങ്ങനെ ഇത്ര അറിയാത്ത എത്ര വിഷയങ്ങളുണ്ടാവും. ഇത് വണ്ടി ഇടിച്ച കേസാണ്. നിങ്ങളെ ബാക്കിൽ ലോറി കൊണ്ടുവന്ന് ഇടിച്ചതാണ്. ഈ ലോഡ് പച്ചക്കറിയാണ്. ഞങ്ങളവിടെ ASI സാറ് വന്നിട്ട് സിറ്റുവേഷൻ നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി, അവിടെ നിന്ന ആളുകളോട്, അത് ഏറ്റവും വലിയ പോയിന്റ്, അവിടെ അപ്പം ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു. ഈ വണ്ടി ഇടി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഈ ASI സാറ് സ്ഥലത്തെത്തുന്നത്. 12 ചില്ലറയായിട്ടുണ്ടാവും ഇങ്ങേര്, 12 ചില്ലറല്ല, 1 മണി അടുപ്പിച്ച് അങ്ങേര് എത്തണം. എത്തിക്കഴിയുമ്പോൾ ഇങ്ങേര് ആ സ്ഥലത്ത് നിന്ന് കാണുന്നത് ആകെ ലോറിക്കാരി, ഞങ്ങളെ കാറിലുള്ള ഞാൻ, അബി, ജിത്തുബായി, പിന്നെ അവിടെ കൂടിയ ആൾക്കാരൊക്കെ പോകുന്നവർ ചിലപ്പോൾ കണ്ടു നിർത്തുന്ന ആളുകൾ, അല്ലാതെ അവിടെ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആരും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്താണ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് പച്ചക്കറി വണ്ടി വിടാൻ പറയുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്നാലും ഞാനത് ചോദിച്ചു. ഞാൻ ഈ സാറ് പറയുന്നതൊക്കെ കേട്ടു. നമ്മളെ എല്ലാ പ്രൂഫും ഡോക്യുമെന്റ്സും സാധനവും കൊടുത്തു, ലോറിക്കാരൻ്റെയും കൊടുത്തു. കേസാക്കാം, ഒന്നുമല്ല, സിമ്പിളാണ് കാര്യം. കേസൊക്കെ ആക്കിയ ദേശം പ്രശ്നമല്ലേ. അപ്പം പിന്നെ അതിലും നല്ല എന്താ, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്, അവർ പാവം ജീവിക്കാൻ വേണ്ടി ലോറിയിൽ പോകുന്ന ആളുകളല്ലേ. നിങ്ങൾ ഇതിപ്പോൾ മുതലാളി തരുമൊന്നുമില്ല, അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് സ്കീമിലാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് വണ്ടി കിടിക്കുമ്പോൾ ഇതേ സെറ്റിൽമെന്റ് സ്കീമിൽ പോലീസുകാർ അവരങ്ങനെയാണ്. അതായത് മേജർ സാധനം അല്ലാന്നുണ്ടെങ്കിൽ അവരതൊരു ഔട്ട് ഓഫ് കോഴ്സ് സാധനത്തിന് മുകളിൽ അങ്ങനെ അവർ പറയും. അപ്പോഴും ഞാൻ പറയും, സത്യത്തിൽ ഈ ലോറിയിലും അതേപോലെ ബസ്സിലൊക്കെ പോകുന്ന തൊഴിലാളിമാരുണ്ടല്ലോ, അവരെ കാര്യം മഹാ കഷ്ടമാണ് കേട്ടോ. പലപ്പോഴും മുതലാളിക്ക് വേണ്ടിയിട്ട് വാദിക്കാനും മുതലാളി പറഞ്ഞതിനനുസരിച്ച് ഇതിനെ എന്നാണ് സെറ്റാക്കിക്കാളെ, ഇത്തരത്തിലാണ് സംഭവം കാര്യങ്ങളൊക്കെ എപ്പോഴും നടക്കാറ്. എനിക്കതൊന്നുമല്ല പ്രശ്നം, എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം ഇത്രേ ഉള്ളൂ. സാറേ, 2 പേരും ഹോസ്പിറ്റലിൽ പോയവരുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ ഈ ലോറീൻ്റെ ആളുകളെയും വിടേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇത്രയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ സാറ് പറയുന്നത്, അതായത് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുക എന്നുള്ളൂ. ഇതിലും മോശം അവസ്ഥയാണ് ഇതിൻ്റെത്. നമ്മളെ നിയമത്തിൻ്റെ കുരുക്കുകൾ സായി വളരെ കഷ്ടമാണ്. എന്താ ഞാൻ സായിനോട് പറയുക? ഇതിങ്ങനെയാണ്. വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവരിവിടെ വരുന്നു, സാധനങ്ങൾ തരുന്നു, ലോഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകാൻ പറയും. ഇതൊന്നും അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു 10 വണ്ടിക്കാർക്കോ വണ്ടിയിലുള്ളവർ ഹോസ്പിറ്റലിൽ പോയതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. എന്നാൽ പോലീസുകാർ പറയണ്ടേ, അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, നീ ഒരു 10 മിനിറ്റ് നിൽക്ക്, ASI അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ആരോ കിട്ടോ. സത്യം പറയാൻ നിവൃത്തികേട് എന്നല്ലാതെ എന്ത് പറയാനേ. പലപ്പോഴും ഈ പോലീസുകാർക്ക് അവരെ സാലറിയും ശമ്പളമൊക്കെ കൈപ്പറ്റാനും വേണ്ടിയിട്ട് ഇത്തരത്തിൽ നാടകങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട്. ഈ പെറ്റി അടിച്ചിട്ടും അത്തരത്തിൽ ജനങ്ങളെ സുരക്ഷക്കൊന്നുമല്ല യഥാർത്ഥത്തിൽ. ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഇത്തരം സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു തൽപരതായിട്ടുള്ള ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു പോലീസ് വിഭാഗം, ഒരു വർഗം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പോലീസിനൊക്കെ സമൂഹത്തിൽ ഒരു നല്ല നിലയും വിലയൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ ഇത്തരം മുതലാളി വർഗങ്ങളും പല കുത്തക മുതലാളിമാരുമാണ് ഇവരെ മോശമാക്കുന്നതും ഇവരെ ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം ഇവരെപ്പോൾ വെറുപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ നാളെ ഈ പോലീസുകാർക്ക് അന്നല്ല. അതാണ് മറ്റൊരു ഇതിൻ്റെ വശം. ഒരു പോലീസുകാരൻ തുറന്നു പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. പച്ചക്കറി, ഞാൻ ചോദിച്ചു പച്ചക്കറിയാണ് സാറേ, പാലോ മീനോ പെട്ടെന്ന് കേടുവരുന്ന സാധനമൊന്നുമില്ല, പച്ചക്കറിയാണ്. എന്തായാലും വണ്ടി ഇവന്മാർ കൊണ്ടു ഇടിച്ച് കയറ്റി അവന്മാരുടെ അടുത്ത് തെറ്റുള്ള ആളുകളുടെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ വണ്ടിയിലുള്ളവരെ കുറിച്ച് എന്താ എങ്ങനെ അറിഞ്ഞിട്ട് പോകാന്നുള്ളതൊരു മാന്യതയല്ലേ. പോലീസുകാർ അതിലും വിറ്റ് കോമഡി. ആ സാറോടൊന്നും പറയല്ല, കാരണം സാറ് ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഈ കാക്കിക്കകത്ത് കയറുന്നത് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സായി. അതായത് പട്ടാമ്പി സ്റ്റേഷനിൽ ഒരു ലോറി വേറൊരു വണ്ടിക്ക് ഇടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറ്റി ഇടാനുള്ള സെറ്റപ്പ് ഇല്ല. അടുത്തുള്ള പെട്രോൾ പമ്പിലോ വേറെ ഏതെങ്കിലും CCTV ഉള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തണം. അതായത് പട്ടാമ്പി സ്റ്റേഷനിൽ നിവൃത്തികേട് എന്നല്ലാതെ എന്തല്ലേ. ഇല്ലെങ്കിൽ നാളെ ഈ ലോറിയിൽ നിന്ന് എന്തെങ്കിലും കളവ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളെ തലയ്ക്ക് എത്തും. നമ്മുടെ അവസ്ഥ ഇതാണ്. പട്ടാമ്പി സ്റ്റേഷനിൽ
ഒരു വണ്ടി ഇടിച്ച് വന്നു കഴിഞ്ഞാൽ ലോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടിപ്പിച്ച് CCTV ഫ്രണ്ടിൽ CCTV ഉള്ള സ്ഥലത്ത് ഫ്രണ്ടിൽ ഇടാനേ പറയൂ. വേറെ വഴിയില്ല സായി, നിങ്ങളെ വണ്ടി കാറായതുകൊണ്ട് കയറ്റിയിട്ട് ലോറിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തി. ഇവിടെ സ്ഥലമില്ല, ഒന്നുമില്ല. പിന്നെ ഈ ലോറിക്കാരൻ അതായത് സത്യം പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ പോലീസിന് കാല് പിടിക്കണം മുതലാളിമാരെ എല്ലാ മാസത്തെയും സാലറി വാങ്ങണമെങ്കിൽ സത്യത്തിൽ വളരെ ശോചനീയ അവസ്ഥയുണ്ടാവും. എവിടേക്കാണ് നമ്മളെ നിയമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അവസ്ഥകൾ പോകുന്ന നോക്കൂ. ഒരു വലിയ മുതലാളിയുടെ കൈകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള പോലീസും അതിൻ്റെ അവസ്ഥകളൊക്കെ. ASI പറഞ്ഞ പോലെ പച്ചക്കറിയാണ് ആ സ്റ്റോപ്പിൽ ഇറക്കണം എന്നുള്ള പറഞ്ഞാൽ അവർ വിട്ടോളാൻ പറഞ്ഞ് വിട്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കേസാക്കണമെങ്കിൽ കേസാക്കാം, കേസാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് പറഞ്ഞില്ല കേസാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം കേസാക്കി കഴിഞ്ഞാലും വണ്ടി 2 ദിവസം ഇവിടെ കിടക്കണം, മഴയാകുമ്പോൾ നിങ്ങൾ വണ്ടി ഞാൻ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പോയിട്ടാ പച്ചക്കറി വണ്ടി പോയി, അവർ ലോഡിറക്കാൻ വേണ്ടി പോയി. എന്തൊരു നിവൃത്തികേടല്ലേ നമ്മളെ നാടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മൾ ആരെ പഴി ചാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പൗരന് നീതി കിട്ടാത്ത സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പല അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ലൈവായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. ഒരാളെ സ്വൽപ്പിത താല്പര്യങ്ങൾക്ക് വേണ്ടി പണയം വെച്ച തലകൾ. ഈ IPS എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലും വിലക്ക് വാങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ കുത്തക മുതലാളിമാർ ചെയ്യുമ്പോഴേ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറയുമ്പോഴേ ഇതിനൊക്കെ പ്രതികരിക്കേണ്ടത് ഇനി ഇവരല്ല, നമ്മളായിട്ടുള്ള ജനങ്ങളാണ് ഇതിനൊക്കെ പ്രതികരിക്കേണ്ടത്. നമ്മൾ പ്രതികരിക്കാത്തിടത്തോളം കാലം പലപ്പോഴും നമ്മളെ തല പണയം വെച്ചിട്ടുണ്ടാവും പല രാഷ്ട്രീയ പാർട്ടികൾക്കും. നമുക്ക് എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കാൻ കഴിയാം? ഇങ്ങനെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ആള് വരും, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരും, വണ്ടി നോക്കും, പിന്നെ കോടതി പോകും. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ വണ്ടി കിട്ടും. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, എന്താണെങ്കിലും ഈ ലോറിയിലുള്ള ഡ്രൈവറും ക്ലീനറും പൈസ തരില്ല. ഓക്കെ, തന്നാൽ തന്നെ 5000, 4000, 3000 അതൊരു പ്രാഗി പറഞ്ഞാൽ തരും. ഇതിന് മുമ്പ് ഒരു ബസ് എടുത്ത സമയത്ത്, അന്ന് ഞാൻ കോളേജ് ടൈമിലാണ്, നമുക്ക് വേറെ വഴിയില്ല, പ്രാക്കെങ്കിൽ പ്രാക്ക് ചേട്ടാ പൈസ പറഞ്ഞ് കുത്തിന് പിടിച്ചിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇതെന്താണെങ്കിലും ഒരു പൈസ. പിന്നെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോകാത്ത 2 ആൾക്കാരാന്നുള്ളത് അവർ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ അവർ ചോദിക്കൂല വണ്ടിക്ക് എന്ത് പറ്റി, എന്താ പ്രശ്നം ഒന്നും ചോദിച്ചില്ല. ഒരു സംഗതി അവർക്കില്ല. മുതലാളി ഗുണ്ടാളെ പിടിച്ചിട്ടാണോ ഇതിന്? കാരണം ഒരു തരത്തിലും എന്താ പറയുക, ഒരു മനുഷ്യത്വം ഇല്ലാത്ത 2 ആളെ പിടിച്ച് വണ്ടിയിൽ ഓടിപ്പിക്കുന്നതിന് മുതലാളിൻ്റെ ഗതികേട് ഞാൻ ആലോചിച്ച് വെക്കുന്നത്. എന്താണെങ്കിലും ഇവരൊന്നും ചോദിച്ചില്ല. നമ്മൾ ആദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, സാറേ ഒന്നും ചെയ്യാനില്ല, എന്നെ കൊണ്ട് ഇതിന് പിന്നാലെ വയ്യ, ഞാൻ എന്താ ചെയ്യാം, ഞാൻ എൻ്റെ പാട്ടിന് കൊണ്ടുപോയിട്ട് ഞാൻ പണിയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് സാറ് വിട്ടേക്ക്, ഒഴിവാക്കി. ഇനിയിപ്പോൾ സാറ് കുറേ നിയമത്തിൻ്റെ പ്രശ്നങ്ങളോ, ഞാൻ ഇവിടെ കിടന്ന് കുറേ നിയമത്തിൻ്റെ പ്രശ്നങ്ങളോ, ഈ ലോറിക്കാരെ മനുഷ്യത്വമില്ലായ്മയെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, സായി നമ്മൾ വീഡിയോസിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷേ സായി വളരെ നിസ്സാരക്കാരനായിട്ടാണ്. പലപ്പോഴും എന്ത് പ്രശ്നത്തിലും ഞാൻ നേരിട്ട് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ടാണ്. എന്തൊരു പ്രശ്നവും അത് സോൾവ് ആയിട്ട് നമുക്ക് അത് അനുകൂലമില്ലെങ്കിൽ സായിൻ്റെ ഒരു പേഴ്സണൽ ലൈഫാണ് ഞാൻ പറയുന്നത്, റിയൽ ലൈഫല്ല. റിയൽ ലൈഫിൽ സായി അങ്ങനെയാണ്. കാരണം എവിടെയെങ്കിലും ഇനി അവർക്കത് അങ്ങനെ അതുകൊണ്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ, അത്തരത്തിലാണ് ഒരു സായിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇട്ട. ഞാൻ പലപ്പോഴും പല വിഷയത്തിലും സായിയെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സായിൻ്റെ പല കാര്യങ്ങളിലും സായിനോട് എന്നോട് ഞങ്ങൾ മുന്നേ പല കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ മുന്നേ ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന അന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഏതായാലും ബാക്കി കൂടെ കേൾക്കാം. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ സായെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്തു. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു മൃദു അല്ലെങ്കിൽ ഒരു അയഞ്ഞ നയം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആവേണ്ടിയിരുന്നു എന്നാണ് പറയാനുള്ളത്. നിങ്ങളെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഇടി കിട്ടിയത് എൻ്റെ വണ്ടിക്ക്. ഭാഗ്യത്തിന് വണ്ടിയിൽ ആർക്കും മേജറായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ വണ്ടിയാണ്, എന്താണെങ്കിലും ഇടിക്കുമ്പോൾ നമ്മൾ നന്നാക്കണം, വേറെ വഴിയില്ല. ഇതിങ്ങനെ തീർന്നു പോകുന്നത്, ഇത് നന്നായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് സ്നേഹയും നിഷാനിയും നന്ദനിയും സ്റ്റേഷനിൽ വന്നു. അവർ
സത്യത്തിൽ ഇത് സംഭവിച്ച സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതായിട്ട് പെട്ടെന്ന് ഒരു കുറച്ച് സമയങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഞാൻ വെറുതെ സായിനെ വിളിച്ച് നോക്കി, സീക്രട്ട് ഏജൻറ്റിനെ. എടാ സായി എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. സത്യത്തിൽ സായി ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സായിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയിപ്പോൾ ഒരു പ്രശ്നത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് ഇതിനൊക്കെ ശക്തമായിട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ശക്തമായ സോഷ്യൽ മീഡിയ ടീം നമ്മളെ കേരളത്തിൽ മലയാളികൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ശക്തമായി പ്രതികരിക്കണം. ഇതൊക്കെ നമ്മളെ സമൂഹത്തിൽ അനുഭവിക്കുന്നൊരു വലിയ വിപത്താണ് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ. കാരണം ബസ്സുകാരൊക്കെ സാധാരണ ഒരു പെട്രോളിന് 1 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അവർ സമരം ചെയ്യാണ്. അത് ആരാ സമരം ചെയ്യുന്ന അറിയാം? മുതലാളിമാർ, ലോറി ഡ്രൈവേഴ്സ് സമരം ചെയ്യാണ്. ലോറിക്കാർ, മുതലാളിമാർ സമരം ചെയ്യാണ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ. ഇതൊക്കെ സാധാരണ നമ്മൾ പലപ്പോഴും പല സമയത്തും അവർ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ മുതലാളിമാരെ അതുകൊണ്ടല്ല കേട്ടോ. കാരണം ആ തൊഴിലാളികളുണ്ടല്ലോ, ബസ്സിൻ്റെ ഡ്രൈവർമാരാണെങ്കിലും ഈ ലോറിയുടെ ഡ്രൈവർമാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവരൊക്കെ കരുവാക്കിക്കൊണ്ട് അവരെ കഷ്ടപ്പാടും പ്രയാസവും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കരുവാക്കിക്കൊണ്ടാണ് സത്യത്തിൽ ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. ഈ മുതലാളിമാർ ഇത്തരം നിറി കെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ ഇന്നലത്തെ ഫൈനൽ വെച്ചിരുന്നു ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ അതിങ്ങനെ ഫുട്ബോൾ ഒരു സൈഡിലുണ്ട്, ഒരു പോലീസുകാരൻ ഫുട്ബോൾ കണ്ടിരിക്കുന്നുണ്ട്. ഈ സാറ് നമ്മളോട് വേറൊരു സാറ് സംസാരിക്കുന്നുണ്ട്. 3 ലേഡീസാണ്, അവർ 3 പേരും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ 5-6 ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. നിഷാനിൻ്റെ ഇഷ്ടത്തിനുള്ളിൽ കയറിയിരുന്നാണ് പാവം. ഓക്കെ, ബാക്കിയുള്ളവർ പുറത്ത് തന്നെ പോസ്റ്റ്, നമ്മളൊക്കെ പുറത്ത് പോസ്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ASI സാർ നേരത്തെ ഈ സിറ്റുവേഷനിൽ ആ സ്ഥലത്ത് വന്ന് ഇത് അസസ് ചെയ്യാവുന്ന ASI സാറ് മൂപ്പര് ജീപ്പൊക്കെ നിർത്തി. മൂപ്പര് നേരെ വരുന്നു. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കൂടി ഒരാൾക്കും ഇല്ല. ഈ വണ്ടി തട്ടി ഒരു ബേസിക് മാനേഴ്സ് ഉണ്ടല്ലോ, അതിലൊരു 3 ഞാൻ പറഞ്ഞേ പരിക്ക് പറ്റിയ 2 സ്ത്രീകളും ഉണ്ട്. ഇവരിയ്ക്കുന്നുണ്ടോ, അവർ സ്റ്റേഷൻ്റെ പുറത്താണ്, ഒന്നുമില്ല. മൂപ്പര് വരുന്നു, മൂപ്പര് നേരെ കയറുന്നു, ഒറ്റ പോക്ക്, ഡോറും അടച്ച്. ഉറങ്ങാൻ പോയതായിരിക്കും അണ്ണൻ, എന്താണെങ്കിലും അങ്ങനെ പോയി. ഒരു സാർ എന്താണെങ്കിലും നല്ല കിടലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പര് മറ്റേ തന്നെ നിങ്ങൾ എന്തെങ്കിലും അവരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കേസൊക്കെ ആയിട്ട് പോയിട്ട് എന്തെങ്കിലും ആവുകയാണെങ്കിൽ അന്ന് കിട്ടട്ടെ. അങ്ങേര് ഇതും പറഞ്ഞ് അങ്ങേര് ഒരു സൈഡിൽ അങ്ങേരും. ഒരാൾ ഫുട്ബോളൊക്കെ കണ്ട് അതിൻ്റെ പറവാണ് തോന്നുന്നുണ്ട് ആ ദിവസത്തെ. അങ്ങേര് അവിടെ ഫുട്ബോളൊക്കെ കണ്ട് അങ്ങേര് ഇരിക്കുന്നുണ്ട്. നമ്മൾ വളരെ എന്താ പറയുക, വണ്ടി ഇടിച്ച സമയത്തുള്ളൊരു പാനിക് സിറ്റുവേഷൻ അതൊന്ന് ഈസ് ഡൗൺ ഒന്ന് കൂളാക്കണമല്ലോ. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഫണ്ണൊക്കെ പറഞ്ഞു തുടങ്ങി. വണ്ടിയല്ലേ, ഇടിക്കും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് പോട്ട്, ഇപ്പോൾ പരിക്കൊന്നും പറ്റാതെ രക്ഷപ്പെട്ടല്ലോ. കുറച്ചൊന്ന് സിറ്റുവേഷൻ ഒന്ന് കൂളായപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് തണുത്ത് അങ്ങനെ രാത്രി അവിടെ നിന്ന് പോകുന്നു. ഇതൊന്നും എനിക്കിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സത്യത്തിലേ സായി അവസാനം എന്ത് ചെയ്ത് അറിയോ? ഏതായാലും പിന്നെ ആ ലോറി ഡ്രൈവേഴ്സ് അവരെ വഴിക്ക് പോലീസുകാർ വിട്ടും ചെയ്ത്. പോലീസുകാർക്ക് സത്യം പറഞ്ഞാൽ പോലീസിന് പേടിയാണ് ഈ മുതലാളിമാരെ, ഇവരെത്ര ആളുകളെ. സത്യത്തിൽ സായി വിട്ട് 3-3.5 ലക്ഷം രൂപയോളം സായിക്ക് വണ്ടിക്ക് ഇറക്കേണ്ടി വന്നു. സായിനെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ സായി പറഞ്ഞും കൂടെ ചെയ്തു എന്നോട്, വണ്ടി ഏതായാലും ഇത് ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ചോദിച്ചു പമ്പർ ടു പമ്പർ അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് പമ്പർ ടു പമ്പർ അല്ല, പമ്പർ ടു പമ്പർ തന്നെയാണ്, പക്ഷേ 5 വർഷം കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ നീ ഒരു 50% ഒക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏതായാലും അവനത് ഏറ്റെടുത്ത് ഇനി ഏതെങ്കിലും ഒരു പ്രശ്നം വേണ്ട. സത്യത്തിൽ നമ്മൾ ഇങ്ങനെയൊന്നും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് സായിയെ പോലത്തെ ആളുകളൊക്കെ ഇത് വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നേടിയെടുക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം പലപ്പോഴും ഇത് ഇപ്പോൾ സായിയെ പോലുള്ള ഒരു ഇൻഫ്ലുവൻസറും കുറച്ച് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരാളൊക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇതൊരു പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അയാൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കുമോ? പലപ്പോഴും അവർ പറഞ്ഞ അവരെ ഇംഗിതത്തിന് നിന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ല അവരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വാഹനം യഥാസമയം അവിടെ വേണം, എന്നാലേ അത് ഫോട്ടോ എടുത്ത് പോകാം. ഇങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഏതായാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയാണ്. പലപ്പോഴും സൊസൈറ്റി വ്യക്തമായിട്ട്
അതിശക്തമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സാഹചര്യത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ കൈക്കൂലി കൊടുക്കുന്നതിനും ഇത്തരത്തിനൊക്കെ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർക്കൊക്കെ ഇതൊരു വലിയ സ്കോപ്പും ചാൻസും ആയി മാറുന്ന സമയത്ത് പലപ്പോഴും AI ക്യാമറകൾ വാഹനങ്ങൾ പിടിക്കാനും അവരെ പെറ്റിയടക്കാനും അവരെ സാലറിക്കും വേണ്ടിയിട്ട് മാത്രം ആയി മാറുന്ന സമയത്ത് പല സമയങ്ങളിലും മനുഷ്യൻ്റെ ജീവന് മൂല്യവും വില കൽപ്പിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ സമൂഹവും നമ്മളെ അവസ്ഥയൊക്കെ കടന്നു പോകുന്നത്. നമ്മളെ നീതിയുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ? ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി